കേരള സർവകലാശാലയിൽ രജിസ്ട്രാർ വൈസ് ചാൻസലർ പോര് രൂക്ഷം. VC എതിർത്തെങ്കിലും സർവകലാശാല ദൈനംദിന പ്രവർത്തനങ്ങൾ രജിസ്ട്രാർ KS അനിൽകുമാർ നിയന്ത്രിച്ചു തുടങ്ങി. KS അനിൽകുമാറിന്റെ ഫയൽ നോക്കാനുള്ള ഡിജിറ്റൽ ID ജീവനക്കാർ പുനഃസ്ഥാപിച്ചു. എന്നാൽ രജിസ്ട്രാർ തീർപ്പാക്കുന്ന ഫയലുകൾ മാറ്റിവെക്കാനാണ് VCയുടെ നിർദ്ദേശം. വൈസ് ചാൻസലർ താൽക്കാലികമായി രജിസ്ട്രാറായി നിയമിച്ച ഡോക്ടർ മിനി കാപ്പന് ID നൽകുന്നത് ജീവനക്കാരുടെ സംഘടനാ നേതാക്കൾ വിലക്കിയെന്ന ആരോപണവുമുണ്ട്. MG പ്രതീഷ് വീണ്ടും ചേരുന്നുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് പ്രതീഷ്, ഈ പ്രതിസന്ധി ഇങ്ങനെ തുടരുമ്പോൾ അത് വിദ്യാർത്ഥികളെ ബാധിക്കുന്നുണ്ട്. ഒരു പ്രശ്നപരിഹാരം അടുത്തെങ്ങും നമ്മൾ പ്രതീക്ഷിക്കുന്നുമില്ല. കാരണം ഇതൊരു രാഷ്ട്രീയ പോരാണ് എന്നതുകൊണ്ടുകൂടി. എന്താണ് നിലവിൽ സർവകലാശാലയിലെ അവസ്ഥ പ്രതീഷ്? ഉന്മേഷ്, കേരള സർവകലാശാലയിൽ വലിയ തരത്തിലൊരു ഭരണ പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. അത് വിദ്യാർത്ഥികളെ ഉൾപ്പെടെ ഗുരുതരമായി ബാധിക്കുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. കാരണം ഈ ഫയലിംഗ് ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ താളം തെറ്റുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ രജിസ്ട്രാർ സർവകലാശാല ക്യാമ്പസിൽ പ്രവേശിക്കരുതെന്ന് VC മോഹനൻ കുന്നുമ്മൽ കർശന നിർദ്ദേശം നൽകിയെങ്കിലും ആ നിർദ്ദേശം മറികടന്നുകൊണ്ട് രജിസ്ട്രാർ KS അനിൽകുമാർ സർവകലാശാലയിൽ എത്തിയിരുന്നു. മാത്രമല്ല ഈ ഫയലിംഗ് എല്ലാം തന്നെ VCക്ക് നേരിട്ട് അയക്കണമെന്ന നിർദ്ദേശമാണ് ഈ മോഹനൻ കുന്നുമ്മൽ നൽകിയത്. പക്ഷേ അതും മറികടന്നുകൊണ്ട് ഈ ഫയലിംഗ് നോക്കുന്നതിനുള്ള ഡിജിറ്റൽ സംവിധാനം ഉൾപ്പെടെ KS അനിൽകുമാറിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ നിലവിൽ 2 രജിസ്ട്രാർ, അതായത് ഈ ഡോക്ടർ മിനി കാപ്പൻ ഒപ്പം KS അനിൽകുമാർ, ഇവർ 2 പേരും രജിസ്ട്രാർ എന്ന പദവിയിൽ തുടരുകയാണ്. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റുകൾ നൽകുമ്പോൾ ഇതാര് ഇതിൽ ഒപ്പുവയ്ക്കും, അല്ലെങ്കിൽ ആര് നൽകുന്ന സർട്ടിഫിക്കറ്റിനാണ് മൂല്യമുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വലിയ തരത്തിലൊരു പ്രതിസന്ധി ഈ VC വിദേശത്തായിരുന്ന VC മോഹനൻ കുന്നുമ്മേൽ തിരിച്ചെത്തിയെങ്കിലും ഇന്നലെ സർവകലാശാലയിൽ എത്തുമെന്ന് അറിയിച്ചിരുന്നു. പക്ഷേ അക്കാര്യത്തിൽ അദ്ദേഹം ഇന്ന് എത്തുമോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. അത്തരത്തിൽ ഒരു പോര്, അതായത് രജിസ്ട്രാർ VC പോര് ഒപ്പം സർക്കാർ ഗവർണർ പോര്, ഇത്തരത്തിൽ വലിയ ഒരു പ്രതിസന്ധി കേരള സർവകലാശാലയിൽ നിലനിൽക്കുന്നുണ്ട്. ഇനി ഇതിന് പരിഹാരം എന്ത് എന്നതാണ് പ്രധാനമായും ഉറ്റുനോക്കുന്ന കാര്യം. ഈ VCയെ മറികടന്ന് സർക്കാരിന് മുന്നോട്ട് പോയാലും അതിൽ ഒരു തീരുമാനമെടുക്കേണ്ടത് ചാൻസലർ അല്ലെങ്കിൽ ഗവർണറാണ്. ഗവർണർക്ക് ഇത്തരത്തിലൊരു തീരുമാനമെടുക്കുന്നതിൽ പരിമിതികൾ ഉണ്ട് എന്നതാണ് സിൻഡിക്കേറ്റ് അവകാശപ്പെടുന്ന കാര്യം. ചാൻസലർ കൂടിയായ ഗവർണർ ഒരു തീരുമാനം എടുത്താൽ പോലും അത് കോടതിയിൽ സിൻഡിക്കേറ്റിനും സർക്കാരിനും ചോദ്യം ചെയ്യപ്പെടാം. അങ്ങനെ ആ ഒരു പ്രതിസന്ധി അനന്തമായി നീണ്ടുപോകാനുള്ള ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അത് വിദ്യാർത്ഥികളെ തന്നെയാണ് പ്രതികൂലമായി ബാധിക്കുന്നത്. ഒപ്പം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സമര കലുഷിതമാണ് സർവകലാശാലയും രാജ്ഭവനും. വലിയ പ്രതിഷേധം യുവജന സംഘടനകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. അത് പ്രധാനമായും VC മോഹൻ കുന്നുമ്മലിനെതിരെയും ഒപ്പം ചാൻസലർ കൂടിയായ ഗവർണർക്കെതിരെയുമാണ്. ആ പ്രതിഷേധം വരും ദിവസങ്ങളിലും തുടരാനാണ് ഒരു സാധ്യത. ഇക്കാര്യത്തിൽ ഒരു ഗവർണർ എന്ത് നിലപാടെടുക്കുമെന്ന കാര്യവും നിർണായകമാണ്. ഈ വിഷയത്തിൽ കാര്യമായൊരു ഇടപെടൽ ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. വരും ദിവസങ്ങളിൽ ഇന്നോ നാളെയോ അത്തരത്തിലൊരു ഇടപെടലും പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ ഭരണ പ്രതിസന്ധി കേരള സർവകലാശാലയിൽ തുടരുകയാണ്. ഉന്മേഷം. MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.